അപ്പം നമ്മൾ തൽക്കാലം മനിലയോട് ഇവിടെ പറയാനായി. ഇതായിരുന്നു നമ്മുടെ റൂം. ചെറിയ റൂമായിരുന്നു, സിറ്റിക്കകത്തായതുകൊണ്ട് സ്പേസ് കുറവാണ്. വാഷ്റൂം. അപ്പോൾ രാവിലെ നമുക്ക് ഇറങ്ങാൻ സമയമായിരിക്കുന്നു. ആദ്യത്തെ ദിവസത്തെ ലോങ് ട്രിപ്പാണ്. എന്നാണ് ലോങ്ങസ്റ്റ് ട്രിപ്പ്. 4 ദിവസം മനിലായി, 4 ദിവസമുണ്ട്. 4 ദിവസത്തെ ലോങ്ങസ്റ്റ് ട്രിപ്പ് എന്നായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് 350 കിലോമീറ്ററോളം പോകേണ്ടി വരും. രാവിലെ നല്ല ട്രാഫിക്കായി. എന്താ ട്രാഫിക്ക് രാവിലെ തന്നെ. അയ്യോ, നമ്മുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനം ഓൾമോസ്റ്റ് 362 കിലോമീറ്റർ. ഗൂഗിൾ മാപ്പ് വെച്ച് 9.5 മണിക്കൂറാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും 12 മണിക്കൂർ പ്രതീക്ഷിക്കാം. നമ്മൾ സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ഏതായാലും ഫുൾ ഡേ റൈഡായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കുള്ള കാഴ്ചകളൊക്കെ കുറവായിരിക്കും, കൂടുതലും റൈഡിൻ്റെ വിശേഷങ്ങളായിരിക്കും. എന്തായാലും അങ്ങനെ പോകുന്ന വഴിക്ക് ഫിലിപ്പീൻസിനെ പറ്റിയുള്ള ചില ബേസിക് കാര്യങ്ങളും കൂടെ നോക്കാം. ഫിലിപ്പീൻസ് എന്ന് പറയുമ്പോൾ ഇതൊരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയാണ്. ആക്ച്വലി ഇതൊരു ദ്വീപുകളുടെ സമുച്ചയമാണ്. ഏതാണ്ട് 7600ഓളം ചെറുതും വലുതുമായ ദ്വീപുകളാണ് ഈ ഫിലിപ്പീൻസ് എന്ന ഒറ്റ പേരിൽ അറിയപ്പെടുന്നത്. ഇത് കുറെ ചിതറിക്കിടക്കുന്ന ഐലൻഡുകളാണ്. ചിലത് തമ്മിൽ നല്ല ദൂരമുണ്ട്, ചിലതൊക്കെ വളരെ അടുത്താണ്. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയ മനില എന്ന് പറയുന്നത് ലുസോൺ പ്രൊവിൻസ് ആണ്. അതാണ് ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ ഐലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. നോർത്ത് ആൻഡ് മോസ്റ്റ് ഐലൻഡാണ്. പോപ്പുലേഷനും എക്കണോമിക് ആക്ടിവിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ലുസോൺ ആണ് ഏറ്റവും വലിയ ഇത്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പോകാനുള്ള സെബു, അതും വേറൊരു ഐലൻഡാണ്. സൗത്ത് ചൈന സീക്കും ഫിലിപ്പൈൻ സീക്കും ഇടയ്ക്കാണ് ഈ ഫിലിപ്പൈൻസ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ ശാന്തസമുദ്രം, പസഫിക് ഓഷനാണ് ഇതിന് ചുറ്റിനുള്ളത്. ഈ പസഫിക് ഓഷനാണ് വലുതായിട്ട് കിടക്കുന്നത്. ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത കാരണം ഇതിവിടെ കൂടുതലായിട്ടും ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏരിയ. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ ഒരു അലൈൻമെന്റിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് കൂടുതലും എർത്ത്ക്വേക്സ്, അതായത് ഭൂമി കുലുക്കങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഫിലിപ്പൈൻസിന്റെ പല ഭാഗത്തും. അതുകൂടാതെ ഇങ്ങനെ വോൾക്കാനിക് ആക്ടിവിറ്റിയും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഫിലിപ്പൈൻസിലെ പല ഏരിയകളും. അങ്ങനെ 1 മണിക്കൂറായി യാത്ര തുടങ്ങിയിട്ട്. നല്ല തിരക്കായിരുന്നു രാവിലെ എല്ലാം. റോഡിലെല്ലാം ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്ക്. രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഓഫീസ് ടൈം നാട്ടിലെ 9 മണി 10 മണിയുടെ തിരക്കാണ്. രാവിലെ 6-6:30 ആകുമ്പോൾ തന്നെ ഇവിടെ എല്ലാം നേരത്തെ സ്റ്റാർട്ടാകുന്നുണ്ട്. അങ്ങനെ അതിൽ വിശക്കാൻ തുടങ്ങി. ഹൈവേയിൽ ഇപ്പോൾ പാർക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യത്തിനൊരു മക്ഡൊണാൾഡ്സ് ഉണ്ട്. എന്നാൽ പിന്നെ അവിടെ കയറി അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഫിലിപ്പൈൻസിനെ 3 വലിയ ഐലൻഡ് ഗ്രൂപ്പായിട്ടാണ് തിരിച്ചേക്കുന്നത്. ലുസോൺ എന്ന് പറയുന്നതാണ് നോർത്തിലുള്ളത്. ഈ മനിലായും മറ്റ് നമ്മളിപ്പോൾ പോണ ആദ്യത്തെ 4 ദിവസം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഈ ലുസോൺ ഐലൻഡിലാണ്. പിന്നുള്ളത് വിസായസ്, അതായത് നടുക്കായിട്ടുള്ള ഏരിയയാണ് വിസായസ്. പിന്നുള്ളത് മിൻഡാനാവോ എന്നും പറഞ്ഞിട്ട് സൗത്തിൽ. അങ്ങനെ ഈ 3 ദ്വീപ് ഗ്രൂപ്പുകളായിട്ടാണ് ഫിലിപ്പൈൻസിലെ മറ്റു ചെറിയ ഐലൻഡിനെല്ലാം കൂടെ തിരിച്ചേക്കുന്നത്. നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് ധാരാളം മഴയുണ്ട്, നല്ല ഇടതൂർന്ന കാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ബയോഡൈവേഴ്സിറ്റിയാണ്. കടൽ ഇതുപോലെ ചുറ്റും കിടക്കുന്നതുകൊണ്ട് ടൈഫൂൺസിന്റെ, അതായത് കൊടുങ്കാറ്റും ഒക്കെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് വീശിയടിക്കാറുള്ള ഏരിയയാണ് ഈ ഫിലിപ്പൈൻസിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഫിലിപ്പൈൻസിന്റെ ഒരു സംസ്കാരം രൂപപ്പെട്ടേക്കുന്നത് ഏഷ്യൻ പിന്നെ കുറച്ച് വെസ്റ്റേൺ ഇൻഫ്ലുവൻസും ഉണ്ട്. കാരണം ഇതും ഒരു യൂറോപ്യൻ കോളനി ആയിരുന്നു. അപ്പം ഈ സ്പാനിഷുകാരാണ് ആദ്യം ഇവിടെ വന്നത്. സ്പാനിഷുകാർ വരുന്നതിന് മുമ്പ് ഇത് ധാരാളം എത്നിക് ഗ്രൂപ്പുള്ള സ്ഥലമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. മെയിൻ ആക്ടിവിറ്റി ഒരു കച്ചവടം കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ചൈനയായിട്ട്, ഇന്ത്യയായിട്ട്, പിന്നെ മലേഷ്യ, ഇന്തോനേഷ്യ അങ്ങനെയുള്ള ഏരിയ ആയിട്ടൊക്കെ ധാരാളം കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു റീജിയനാണ് ഈ ഫിലിപ്പൈൻസ്. 1521 പോർച്ചുഗീസുകാരനായിരുന്ന ഫ്രെഡിനാൻഡ് മാഗലൻ ആണ് സ്പെയിനിൽ നിന്ന് പുറപ്പെട്ട് ഫിലിപ്പൈൻസിൽ എത്തിയെന്ന് കരുതപ്പെടുന്നു. പുള്ളി ഒരു പോർച്ചുഗീസ് ആയിരുന്നു, പക്ഷേ സ്പാനിഷ് ടീമിന്റെ കൂടെയാണ് പുള്ളി ഇവിടെ എത്തിയത്. അതുപോലാണ് ഇവിടെ ഒരു സ്പാനിഷ് സാന്നിധ്യവും ഒരു സ്പാനിഷ് ഇൻഫ്ലുവൻസും ആരംഭിക്കുന്നത്. അപ്പൊ അങ്ങനെ 1521 ആദ്യം എത്തിയെങ്കിലും 1565 ആയപ്പോഴത്തേക്കും സ്പെയിൻ ഫിലിപ്പൈൻസിനെ ഓൾമോസ്റ്റ് ഒരു കോളനി പോലെ ആക്കിയായിരുന്നു. അപ്പൊ ആ സ്പാനിഷുകാരുടെ റൂൾ ഓൾമോസ്റ്റ് ഒരു 300 വർഷം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ക്രൈസ്തവ മതം, ക്രിസ്ത്യാനിറ്റി നല്ലവണ്ണം സ്പ്രെഡായി ഇവിടെ. അപ്പോൾ ആ മനിലയായിരുന്നു അവിടുത്തെ ഒരു കീ ഹബ് എന്ന് പറയുന്നത്. പിന്നെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഒരു ഫിലിപ്പീനോ ദേശീയതയൊക്കെ സ്റ്റാർട്ടാവുന്നുണ്ട്. ഇന്നത്തെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫിലിപ്പൈൻസ് റെവല്യൂഷൻ, സ്പെയിനിന് എതിരെയുള്ള ഒരു ഫിലിപ്പൈൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് 1896 അത് പരിണമിച്ചാണ് ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1898 ഒരു 3 വർഷം കൊണ്ട് ഫിലിപ്പൈൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫിലിപ്പൈൻസിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്കായി. കാരണം ആ സമയത്തൊരു സ്പാനിഷ് അമേരിക്കൻ യുദ്ധം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫിലിപ്പൈൻസിന്റെ കൺട്രോൾ അമേരിക്കയുടേതായി. അപ്പോൾ സിറ്റിയിൽ നിന്നൊക്കെ വിട്ട് കഴിഞ്ഞ കാരണം ഒരു ബ്രേക്ക് കൂടെ എടുത്താൽ അപ്പോൾ നല്ല ഹൈവേ വന്നു. 10-20 കിലോമീറ്ററായിട്ട് നല്ല റോഡായിരുന്നു. നല്ലൊരു ഷെല്ലിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ കയറി ഷെല്ലിൻ്റെ ഒരു പെട്രോൾ ബങ്കിനടുത്ത് തന്നെ നല്ല അവരുടെ ബങ്കിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഫാസ്റ്റ് ഫുഡ് ജോയിൻ്റ്. അപ്പോൾ അവിടെ നിന്നൊരു കോഫിയും കൂടെ ഒക്കെ പറഞ്ഞു. 3-in-1 കോഫിയാണ്, റെഡി മിക്സാണ്. എല്ലാ ഓപ്ഷനും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ചുണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അല്പം ഫുഡ് കഴിക്കുകയാണ്. ചിക്കനുണ്ട്, റൈസുണ്ട്, മുട്ടയുമുണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു 50 വർഷത്തോളം അമേരിക്കൻ കൺട്രോളിലായിരുന്നു. ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയമായപ്പോഴത്തേക്കും കുറച്ച് നാളത്തേക്ക് ഇത് ജപ്പാന്റെ കയ്യിലും വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ഇവർ കൾച്ചറലി നോക്കുകയാണെങ്കിൽ നല്ലൊരു വൈബ്രന്റ് കൾച്ചറാണ്. കാരണം ഇൻഡിജീനിയസ് അവരുടെ ഒരു ലോക്കൽ കൾച്ചർ കൂടാതെ നല്ലൊരു വെസ്റ്റേൺ യൂറോപ്യൻ ഇൻഫ്ലുവൻസും കാണാം. പിന്നെ മേജർ റിലീജിയൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. ഓൾമോസ്റ്റ് 90% കൂടുതൽ ആൾക്കാർ ഇവിടെ ക്രിസ്ത്യൻസ് ആണ്. ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഒരു 80% കൂടുതൽ റോമൻ കാത്തലിക്കാണ്. ആ സ്പാനിഷ് ഇൻഫ്ലുവൻസ് ഉള്ള കാരണമാണ് അങ്ങനെ വന്നത്. അതുകൂടാതെ കുറച്ച് മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത് കൂടുതലും നമ്മുടെ സൗത്ത് ദ്വീപ് സമുച്ചയങ്ങളാണ്. അതായത് മിൻഡാനാവോ എന്ന് പറഞ്ഞു, മിൻഡാനാവോയിലാണ് കുറച്ചുകൂടെ മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത്. അങ്ങനെ പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്രയായി, 4 മണിക്കൂറും കഴിഞ്ഞു. 130 കിലോമീറ്ററുമായി. ആദ്യത്തെ 2 മണിക്കൂർ നല്ല ട്രാഫിക്കായിരുന്നു. കാരണം പ്രോഗ്രസ് വളരെ മോശമായിരുന്നു. അപ്പോൾ നല്ല വെയിലുമായി. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു ചെറിയ കടയിൽ നിർത്തി ഒരു ജ്യൂസൊക്കെ കുടിച്ചു. നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് ഓൾമോസ്റ്റ് 360 ആണ്. അപ്പോൾ അതിനകത്തൊരു 130 ആയിട്ടുള്ളൂ ഇതുവരെ. 360 130 കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് ഒരു 230 കിടക്കുന്നു. അതുപോലെ ഇവരുടെ ഭക്ഷണമാണെങ്കിലും പല സ്ഥലത്തുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മലായി, സ്പാനിഷ്, ചൈനീസ്, അമേരിക്കൻ അങ്ങനെയുള്ള എല്ലാ ഇൻഫ്ലുവൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കാണുന്ന മെയിൻ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ ടൈപ്പ് KFC ആണ്. ഫ്രൈഡ് ചിക്കനാണ് ഈ റോഡിലെ ചെറിയ സ്റ്റോളിലെല്ലാം മെയിനായിട്ടും വിൽക്കുന്ന ഒരു ഫുഡ്. അമേരിക്കയുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെങ്കിലും നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ പത്രത്തിൽ വായിച്ചിരുന്ന ഒരു മേജർ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നു അവിടുത്തെ ഫെർഡിനാൻഡ് മാർക്കോസ് എന്ന് പറഞ്ഞത്. മാർക്കോസിന്റെ വൈഫ് ഇമൽഡ മാർക്കോസും സ്വേച്ഛാധിപതികളായിട്ട് അധികാരം കൈയാളിരുന്ന ആൾക്കാരാണ്. അവര് 1965 മുതൽ 86 വരെ 1986 വരെ ഓൾമോസ്റ്റ് 19 വർഷം വരെ ഭരിച്ചു. അപ്പോൾ അവരെ പുറത്താക്കുന്ന ഒരു വലിയൊരു സിവിലിയൻ പ്രക്ഷോഭമൊക്കെ ആയിരുന്നു അത്. അങ്ങനെ വലിയ സായുധ കലാപമൊന്നും അല്ലായിരുന്നു, സമാധാനപരമായ ഒരു കലാപമായിരുന്നു. അപ്പോൾ അതോടുകൂടി 86 അവിടെ വീണ്ടും ഒരു ജനാധിപത്യ ഭരണം നിലവിൽ വന്നു. മെയിൻ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ മാനുഫാക്ചറിങ് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, പിന്നെ ഫിഷിംഗ് ഉണ്ട്. നമ്മൾ മലയാളികളെ പോലെ ധാരാളം ഫിലിപ്പിനോ വർക്കേഴ്സ് ഉണ്ട് പുറത്ത് വർക്ക് ചെയ്യുന്നവരെ. അതുകൊണ്ട് ധാരാളം പുറത്തുനിന്നുള്ള ഫിലിപ്പിനോകളുടെ ഫണ്ട് അകത്തേക്ക് വരുന്നുണ്ട്. കാരണം ഇംഗ്ലീഷ് അമേരിക്കൻ റൂളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത്യാവശ്യം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ കൂടുതലും ഇംഗ്ലീഷ് അറിയാവുന്നതിന്റെ ബലത്തിൽ ധാരാളം പേര് ഈ സർവീസ് ഇൻഡസ്ട്രിയിലൊക്കെ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ പോലെ ഒരു മേജർ ഒരു കോൾ സെന്റർ ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണ് ഫിലിപ്പീൻസ്. ധാരാളം യൂറോപ്യൻ അമേരിക്കൻ കമ്പനീസിന്റെ ഒക്കെ കോൾ സെന്റർ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഫിലിപ്പീൻസ്. എന്നാൽ തന്നെയും അത്രയധികം വളർച്ച പ്രാപിച്ച ഒരു എക്കണോമി എന്ന് പറയാൻ പറ്റത്തില്ല. ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇന്ത്യയിലെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ഈ ഇൻകം ഡിസ്പാരിറ്റി ഉണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വളരെ നല്ലതായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഫിലിപ്പീൻസും. പെട്രോൾ ബങ്കിനടുത്തുള്ള ഒരു ഈറ്ററി സ്ഥലത്താണ്. കുറേ സ്റ്റോളുകളുണ്ട്, ചെറിയ ചെറിയ ലോക്കൽ റെസ്റ്റോറൻറ്റുകൾ. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും റൈസാണ് ഇവിടെ കോമൺ ആയിട്ട് എല്ലായിടത്തും. അതുകൊണ്ട് റൈസും കുറച്ച് പോർക്കുണ്ട്, പിന്നെ ചിക്കൻ്റെ ലിവർ, അങ്ങനെ 2 ഐറ്റവും റൈസൂടെ പറഞ്ഞേക്കുന്നു. കഴിച്ചേച്ച് പോകാൻ ഇനിയിപ്പം 200 കിലോമീറ്റർ അടുത്തുണ്ട് ചെല്ലണമെങ്കിൽ. ഒക്കെ കഴിഞ്ഞ് പതുക്കെ മൗണ്ടൻസിലേക്ക് കയറാൻ തുടങ്ങി. അതുകൊണ്ട് ചൂടൊരു ശകലം കുറവുണ്ട്. മൊബൈലൊന്ന് കുത്തി ചാർജ് ചെയ്യാൻ വേണ്ടി വണ്ടി ഒന്ന് സൈഡാക്കിയതാണ്. USB പോർട്ട് ഉള്ളതുകൊണ്ട് ചാർജ് ചെയ്യാൻ എളുപ്പമുണ്ട്.
കഴിഞ്ഞ ഒരു 3/4 മണിക്കൂറായിട്ട് നല്ല അടിപൊളി റോഡായിരുന്നു. ക്യാമറ ബാറ്ററി ചാർജ് കുറവായതുകൊണ്ട് ചാർജ് ചെയ്യാൻ കുത്തി വെച്ചോണ്ട് നല്ല റോഡിന്റെ ഷോട്ട് അത് എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ കുറച്ച് മൗണ്ടൻ റീജിയൻ ആയി, അപ്പം റോഡ് ചിലയിടത്ത് കുറച്ച് മോശമാണ്, പരുവരുപ്പുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങ് പോവാം. ഇനി ഒരു 150 കിലോമീറ്റർ കൂടെ ഉണ്ട്. മിക്കവാറും ഒരു 5:30-6 മണിക്കുള്ളിൽ ചെല്ലാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ADV സ്കൂട്ടർ ആയതുകൊണ്ട് നമ്മൾ സാധാരണ മോട്ടോർ സൈക്കിളാണ് പ്രിഫർ ചെയ്യുന്നത്. തവണ സ്കൂട്ടറിൽ ലോങ് പോരുന്ന കാരണം ഈ ബാഡ് റോഡ് വരുമ്പോൾ നമുക്ക് എണീറ്റ് നിന്ന് ഓടിക്കാൻ പറ്റത്തില്ല, ഇരുന്ന് തന്നെ പോരണം. സ്കൂട്ടർ ആയതുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഓക്കോർഡായിരിക്കും. അത്യാവശ്യം ബൈക്കാണെന്നെങ്കിൽ കുണ്ടും കുഴിയൊക്കെ നമുക്ക് എണീറ്റ് നിന്ന് പോകുമ്പോഴത്തേക്ക് നടുവിന് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പൊ സ്കൂട്ടറിലായതുകൊണ്ട് കൂടുതൽ ഇരുന്ന് ഓടിക്കണം, അതുകൊണ്ട് സ്പൈനിലേക്ക് കുറച്ച് ഇമ്പാക്ട് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഫിലിപ്പീൻസ് യാത്രയൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഓവറോൾ കുഴപ്പമില്ല. രാവിലെ ആദ്യത്തെ ഒരു 150 കിലോമീറ്റർ ആയിരുന്നു സിറ്റിയും ട്രാഫിക്കുമല്ല. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് 50 കിലോമീറ്ററായിട്ട് ട്രാഫിക്കൊന്നും അധികമില്ല. സ്മൂത്താണ്, റോഡ് വലുതാണ്. എന്താണിത്? സലാമത്ത് പോ എന്നാണ് ഫിലിപ്പീൻസ് ലാംഗ്വേജ് ആയിരിക്കുന്നത്. ഇതാണ് ഈ പറയുന്ന ഡാൾട്ടൺ പാസ്, അതോ സാന്താഫെ ആണോ? ഇവിടെ സാന്താഫെ എന്നൊരു സ്ഥലമുണ്ട്. പിന്നെ ഒരു ഡാൾട്ടൺ പാസിന്റെ സ്ഥലം ഇതാണ്. ഈ റൂട്ടിലെ ഒരു പ്രധാന ഒരു പോയിന്റ് ആണ് ഈ ഡാൾട്ടൺ പാസ് എന്ന് പറഞ്ഞത്. ഈ റൂട്ടിലെ അത്യാവശ്യം ഒരു ഹൈറ്റ് ഉള്ള ഒരു സ്ഥലമാണ്. ഡാൾട്ടൺ പാസ് കയറി താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ധാരാളം ലോറികളുണ്ട്, ലോറി ട്രാഫിക്. ഈ സമയത്തിന്റെ ആണെന്നറിയില്ല, എന്തായാലും ഈ നോർത്തേൺ ഫിലിപ്പീൻസിലേക്കുള്ള ഒരു മെയിൻ റൂട്ടാണിത്. അതുകൊണ്ട് ധാരാളം ട്രക്കുകൾ, ബസ്, കാറ് എല്ലാം തന്നെ ഉണ്ട്. അത്യാവശ്യം ട്രാഫിക് ഉണ്ട് ഈ സമയത്ത്. ട്രാഫിക്കും അത്യാവശ്യമുണ്ട്. ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങ് ചെല്ലാൻ പറ്റുമോ? കുഴപ്പമില്ല. അതൊന്ന് ഹോട്ടലിൽ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പം ഉദ്ദേശിക്കുന്ന സിറ്റി എത്താൻ പറ്റിയില്ലെങ്കിലും എല്ലാ 30-40 കിലോമീറ്റർ പുറകിലോട്ട് കിട്ടുകയാണല്ലോ അക്കോമഡേഷൻ എടുക്കാം. രാത്രിയാവാതെ നേരത്തെ വേണ്ട ഫ്ലൈറ്റ് എത്തുക. ഇതാണ് സാന്താഫെ. സാന്താഫെ എന്ന് പറയുന്ന സ്ഥലമാണ്. യാവ് കോഫി, കഫേ കഫേ കോഫി. കുറച്ച് താഴോട്ട് പോയി നോക്കാം. റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ കോഫി കുടിക്കും. കഫേ പ്യൂരിയോ, അത് കൊള്ളാമല്ലോ. I think even then coffee വേണം. Cafe Purio something. They should have something. അപ്പം ഇവിടെ ഒരു ചെറിയൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ട്, കോഫിയുടെ ബോർഡ് കണ്ട് കയറുക. അപ്പോൾ കോഫിയുണ്ട്, ലഞ്ചുണ്ട്. ശരിക്കും ഇവിടെ വരെ കയറുന്ന വെച്ചിട്ട് നല്ല ലഞ്ച് കഴിക്കായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ വണ്ടി കുഴപ്പമൊന്നുമില്ല, പെർഫോം ചെയ്യുന്നു. സ്മൂത്താണ്. ഹോണ്ട എഞ്ചിനൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പുള്ളിങ്ങും ഉണ്ട്. 40 അടുത്ത് മൈലേജ് കിട്ടുമെന്ന് തോന്നുന്നു. ഇതാണ് സാന്താഫെ എന്ന് പറയുന്ന സ്ഥലം. അതൊരു പ്രകൃതി മനോഹരമായൊരു സ്ഥലമെന്നാണ് അവകാശപ്പെടുന്നത്. ചുറ്റിനും മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാഷണൽ പാർക്കോ ഫോറസ്റ്റ് പാർക്കും അതുമൊക്കെ ഉണ്ട്. എന്തോ വാട്ടർഫോളൊക്കെ ഉണ്ട്, നല്ല എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് സമയമില്ലാത്ത കാരണം അങ്ങോട്ടൊന്നും പോണില്ല. നേരെ വൈകുന്നേരത്തേക്കുള്ള സ്ഥലം പിടിക്കാന്നാണ് പോകുന്നത്. വഴിയിലുള്ള വാട്ടർഫോളൊന്നും കാണാൻ പറ്റും. പെട്രോൾ അടിക്കാൻ വന്ന, അപ്പോൾ പെട്രോൾ അടിച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ലൊരു
പെട്രോൾ ബങ്കിനടുത്ത് തന്നെ നല്ല കടകളും ചൈനീസ് റെസ്റ്റോറൻറ്റ്, കഫേ, കോഫി ഷോപ്പ്. പെട്രോള് 190 ആണ് ഇവിടുത്തെ വില 1 ലിറ്ററിന്. 90 പെസോ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ 145 റുപ്പീസായി 1 ലിറ്റർ പെട്രോളിനൊപ്പം. അപ്പോൾ ഇവിടെയാണ് വില കൂടുതൽ. യുദ്ധം കാരണം അങ്ങനെ ഇത്തവണത്തെ ട്രിപ്പിൻ്റെ ഫ്യൂൽ കോസ്റ്റ് കാശ് കൂടുതലായിപ്പോയി. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഒരു ബ്ലാക്ക് കോഫി മേടിച്ചു. ഇനി 120 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട്. അങ്ങനെ സമയം ഇപ്പം 4:45 ഇനിയിപ്പം 36 കിലോമീറ്റർ ഉള്ളെന്നാണ് മാപ്പ് പറയുന്നത്. പക്ഷെ 1.5 മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് അത് കാണിക്കുന്നത്. അപ്പം എന്തെങ്കിലും റോഡ് പണിയോ അല്ലെങ്കിൽ ചെറിയ റോഡോ വല്ലതും ആണെന്ന് തോന്നുന്നു, അറിയില്ല. എന്നാലും പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. 6 മണി വരെ ഓടിച്ച് നമുക്ക് എത്തിപ്പെടാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് ഉദ്ദേശിച്ച ഫുൾ ഡിസ്റ്റൻസ് കവർ ആയിക്കോളും. അങ്ങനെ ബനാവയിലെത്തി. ബനാവയുടെ ആർച്ച് കാണാം. ഈ ബനാവെ റൈസ് ടെറസിന്റെ ഫേമസ് ആണ്. അതായത് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിലൊക്കെ പെട്ടൊരു സ്ഥലമാണ് ബനാവയിലെ ഈ റൈസ് ടെറസ് എന്ന് പറയുന്നത്. 2000-ഓളം വർഷമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നതാണ്. നമ്മൾ തട്ടുതട്ടായിട്ട് മലമ്പ്രദേശം ഒരുക്കിയിട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബനാവയും അതിന്റെ ചുറ്റുപാടുള്ള ഒത്തിരി ഏരിയ. അപ്പോൾ ഈ ബനാവയിലെ ബത്താട് എന്ന് പറയുന്ന സ്ഥലത്താണ് റൈസ് ടെറസ് ഒക്കെ കൂടുതലുള്ളത്. അപ്പോൾ അത് വളരെ ഫേമസ് ആണ്. അത് കാണാനാണ് ടൂറിസ്റ്റുകൾ കൂടുതലൂടെ വരുന്നത്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നാളെ രാവിലെ റൈസ് ടെറസ് കാണാനേ പറ്റുള്ളൂ. ഹലോ എനി ഹോട്ടൽ ഹിയർ? ഹോട്ടൽ this way? This way. Yeah. Many hotel here. Okay. So that way, no? Okay, thank you. അങ്ങനെ നമ്മൾ ബനാവയിലെത്തി. മാപ്പ് പ്രകാരം 20 കിലോമീറ്റർ പിന്നെയും കാണിക്കുന്നുണ്ട്. പക്ഷേ തോന്നപ്പോഴത്തേക്ക് ബനാവെന്നെല്ലാം ഒരു ടൗൺ കൂടെ തോന്നുന്ന ഇതാണ്. അപ്പം ഇവിടെ എവിടെയെങ്കിലും റൂം കിട്ടുമെന്ന് നോക്കാം. കൊറിയൻ ഗസ്റ്റ് ഹൗസ്, ബാൻഡ് ഹോം സ്റ്റേ, വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം വല്ലതും കൊണ്ട് എളുപ്പമുണ്ടാകും. You have room? No. Yeah. Okay. One night, how much? You are alone? Yeah, 700. 700. I can see. Can I see? This is 7. 700. And we have the 900 there with the view. Okay, this is 700. You said? 700, yeah. Okay. That is the bathroom. Okay. Yeah. So then, what is other one? This is 900. Oh, the balcony view. Yeah. That's the only difference. You are alone. Here. Okay. There. Oh, this is no big, you know. For Yeah. me, Yeah. that's okay. That's It's okay. Okay. Water, hot water will Yeah, come. hot water, Okay. yeah. Okay. Very hot water. Thank you. So I will take this. അങ്ങനെ റൂം ഓക്കെ ആയി 700. അപ്പം ഇത് വലിയ കുഴപ്പമില്ല. വാഷ്റൂമൊക്കെ ഉണ്ട്, ഹോട്ട് വാട്ടർ ഉണ്ട് നമ്മൾ. Hot water, yeah. യെസ്, താങ്ക് യു.
ഇവിടെ ഒരു കോമൺ പാർക്കിംഗ് പോലെയുണ്ട്. ഈ ചെറിയ ടൗണിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു പാർക്കിംഗ്. അപ്പോൾ രാത്രി വണ്ടി അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി വണ്ടി അവിടെ കൊണ്ട് സേഫായിട്ട് പാർക്ക് ചെയ്തു. CCTV ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. ഇവിടെയാണ് പോലീസ് ബൂത്തൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പാർക്കിംഗ് അതങ്ങനെ ആക്കി. ഇനിയിപ്പോൾ അതൊക്കെ ഡിന്നർ കഴിക്കാം. ഇവിടെ എല്ലാം കടകളൊക്കെ നേരത്തെ അടച്ചു. നമ്മൾ വന്നപ്പോൾ ഒരു 5:45 ആയുള്ളായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊക്കെ നടന്നിട്ട് വീണ്ടും പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അധികം നടന്നില്ല, കാലൊക്കെ ടയർഡായിരിക്കും. ഈ സാധനമാണ് ഇവിടുത്തെ എല്ലായിടത്തും ഓട്ടോറിക്ഷ പോലെ ഇരിക്കുന്നത്. ചെറിയൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ബൈക്കിൻ്റെ സൈഡിൽ അറ്റാച്ച് ചെയ്തേക്കാം, ബൈക്കിലോട്ട് അറ്റാച്ച് ചെയ്തേക്കാം. ഇതാണ് നമ്മുടെ ലോഡ്ജ്, പീപ്പിൾസ് ലോഡ്ജ് ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെ നേരം റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നില്ല, അവിടെ കാര്യം ഓപ്ഷനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പുറത്ത് നടക്കാൻ പോയപ്പോൾ ഒരു കട കണ്ടു, അവിടെ അങ്ങോട്ട് പോയി കഴിക്കാം. 8 മണിയാകുമ്പോൾ പോയി കഴിക്കാമെന്ന് പറഞ്ഞ് പോകുന്ന അവരോട്. ഇതാണ് ഇവരുടെ സ്പെയിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം ലൈറ്റ് ആൽക്കഹോൾ കാറ്റഗറിയാണ്. ഇമ്പോർട്ടഡ് ഏജ്ഡ് ഇൻ ഓക്ക് കേസസ് എന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അതായത് 25% ഉള്ളൂ സ്ട്രെങ്ത്. നമ്മുടെ സാധാരണ ബ്രാൻഡിയൊക്കെ 42 ആണെങ്കിൽ ഇത് 25 ഉള്ളൂ. സ്പാനിഷ് ഐറ്റമാണ്. പിന്നെ 0 ആൽക്കഹോൾ ഉള്ള സാധനങ്ങളും ഉണ്ട് ഇവിടെ ഈ കടയിൽ. 2 ലേഡീസ് നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം ആരുമില്ല. കാര്യം റെസ്റ്റോറൻറ്റ് ബിസിനസ്സൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ലെന്ന് തോന്നുന്നു. അവർ പറഞ്ഞ് ടൂറിസ്റ്റുകൾ അധികമൊന്നും വരുന്നില്ല. പക്ഷെ അത്യാവശ്യം നല്ല സ്പ്രെഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി റൈസും പിന്നെ വെജിറ്റബിളും 2 ദിവസമായിട്ട് കാര്യമായ വെജിറ്റബിളൊന്നും കഴിച്ചില്ല. പിന്നെ ഒരു പോർക്ക് കൂടെ പറഞ്ഞു. അതാണ് ഇന്നത്തെ ഡിന്നർ. താങ്ക് യു. ചെറിയൊരു സൂപ്പും കിട്ടി. ഫുഡ് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടത് സ്മിർനോഫിൻ്റെ ചെറിയ ഇത് ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ വോഡ്ക ബേസ്ഡ് ഡ്രിങ്ക്. ഇന്ന് ഉച്ച മുതൽ ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ പോലെ തോന്നുന്നു. കാരണം ചെറിയൊരു തൊണ്ടവേദനയും കൂടുതൽ സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ചെറിയൊരു പെയിനൊക്കെ ഉണ്ട്, ത്രോട്ട് പെയിന്. വെതർ മാറിയതിൻ്റെ ആണോ അതോ ഈ പൊടിയൊക്കെ വരുന്ന വഴിക്ക് കൂടുതൽ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും തൊണ്ട അത്ര ശരിയല്ല. അപ്പോൾ അതൊക്കെയാണ് മനില ഇന്ന് ബനാവയിലേക്കുള്ള ഫുൾ ഡേ റൈഡിന്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നാളെ റൈസ് ടെറസ് കാണാൻ വേണ്ടി നാളെ രാവിലെ പോകണം. അപ്പോൾ റൈസ് ടെറസിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.